എല്ലാവർക്കും നെടുമങ്ങാട് ദ്രോണ PSC കോച്ചിങ് സെന്ററിന്റെ ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വായ്ക്കുള്ളിൽ വെച്ചുള്ള ആഹാരത്തിന്റെ ദഹനം. അപ്പോൾ വായ്ക്കുള്ളിൽ വെച്ചുള്ള ആഹാരത്തിന്റെ ദഹനത്തിന് ആരംഭം കുറിക്കുന്നത് നമ്മുടെ പല്ലുകളുടെ സഹായത്താലാണ്. അപ്പോൾ പല്ലുകളാണ് പ്രധാനമായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ചവച്ചരച്ച് യാന്ത്രിക ദഹനം എന്ന് പറയുന്ന പ്രക്രിയ നടത്താൻ പ്രധാനമായിട്ടും സഹായിക്കുന്ന ഭാഗമാണ് നമ്മുടെ പല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പല്ലിന്റെ ഘടനയാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. അപ്പോൾ പല്ലിന്റെ ഘടന നമുക്ക് നോക്കുമ്പോൾ പല്ല് നിർമ്മിച്ചിരിക്കുന്ന സംയുക്തമാണ് പല്ലിലെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സംയുക്തമാണ് കാൽഷ്യം ഫോസ്ഫേറ്റ്. കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് നമ്മുടെ പല്ലിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സംയുക്തം എന്ന് പറയുന്നത്. നമുക്ക് ബാക്കി അറിയാം, പല്ലിന്റെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഇനാമൽ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പല്ലിന്റെ ഏറ്റവും പുറമേ ആയിട്ട് കാണപ്പെടുന്ന വെളുത്ത നിറത്തിലുള്ള ഒരു ആവരണമുണ്ട്. ആ ഒരു ഭാഗമാണ് നമ്മൾ ഈ പറയുന്ന ഇനാമൽ എന്ന് പറയുന്നത്. അപ്പൊ പല്ലിലെ കടുപ്പമേറിയ ഭാഗമെന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗവുമാണ് പല്ലിലെ ഇനാമൽ എന്ന് പറയുന്നത്. അപ്പൊ ഇനാമൽ എന്ന് പറയുന്നത് നിർജീവമായിട്ടുള്ള ഒരു കോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഇനാമൽ. അപ്പൊ പല്ലിനെ സംരക്ഷിക്കുകയും പല്ലിനെ ആവരണം കാണപ്പെടുകയും ചെയ്യുന്ന നിർജീവ കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വെളുത്ത നിറത്തിലുള്ള ഒരു ആവരണമാണ് ഇനാമൽ എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലായിട്ട് രണ്ടാമത് മറ്റൊരു ലെയർ കാണാൻ പറ്റും. ഇതാണ് ഡെന്റൈൻ എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ഡെന്റൈൻ എന്ന് പറയുന്ന കോശങ്ങൾ കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലകളെ വിളിക്കുന്ന പേരാണ് ഡെന്റൈൻ. ഒന്നാമത്തത് ഇനാമൽ എന്ന് പറയുന്നത് നിർജീവ കലകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഭാഗമാണ് ഇനാമൽ. അതുകൊണ്ട് തന്നെ പല്ലിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗവും ഇനാമലാണ്. രണ്ടാമത്തെ ഭാഗമായ ഉൾഭാഗത്ത് കാണപ്പെടുന്ന ഡെന്റൈൻ എന്ന് പറയുന്നത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലകളാണ് ഡെന്റൈൻ എന്ന് പറയുന്നത്. അടുത്ത ഡെന്റൈന്റെ ഉള്ളിലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ക്യാവിറ്റി, ഒരു അറ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗത്ത് നമ്മൾ പറയുന്ന പേരാണ് പൾപ്പ് ക്യാവിറ്റി എന്ന് പറയും. പൾപ്പ് അഥവാ പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. ഈ ഭാഗത്താണ് നമ്മുടെ പല്ലിനുള്ളിലെ പ്രധാനപ്പെട്ട രക്തക്കുഴലുകളിലെ രക്തലോമികളും നാഡീതന്തുക്കളും മറ്റ് മൃദുവായ യോജക കലകളും കാണപ്പെടുന്ന ഭാഗമാണ് പൾപ്പ്. ഈ അറയെ നമ്മൾ പൊതുവായി വിളിക്കുന്ന പേരാണ് പൾപ്പ് ക്യാവിറ്റി. അപ്പൊ പൾപ്പ് എന്താണെന്ന് ചോദിച്ചാൽ പൾപ്പ് ക്യാവിറ്റിയിലെ ഈ രക്തലോമികളെയും മൃദുവായ യോജക കലകളെയും നാഡീതന്തുക്കളെയും കൂടി ചേർന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് പൾപ്പ്. അപ്പൊ നമ്മുടെ പല്ലിന് കേടുപറ്റുന്ന സമയത്തോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നമ്മുടെ പല്ല് കേടാവുമ്പോൾ പല്ല് വേദന വരുന്നത് നമ്മുടെ ഈ ഭാഗത്തേക്ക് അതിന്റെയൊക്കെ ആ നാശം സംഭവിച്ച് നമ്മുടെ പൾപ്പിലേക്ക് എത്തുന്ന സമയത്താണ് നമ്മുടെ പല്ലിന്റെ വേദന അനുഭവപ്പെട്ടു തുടങ്ങുന്നത്. കാരണം നമ്മുടെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ രക്തലോമികളും ബ്ലഡ് കാപ്പിലറീസും അതുപോലെ തന്നെ നാഡീതന്തുക്കളും കാണപ്പെടുന്നത് ഈ പൾപ്പിലാണ്. അപ്പൊ ഏറ്റവും ഉൾഭാഗത്തായിട്ട് കാണപ്പെടുന്ന ക്യാവിറ്റിയിലാണ് പൾപ്പ് എന്ന് പറയുന്ന ഭാഗം. ഏറ്റവും താഴെയായിട്ട് നമ്മൾ നോക്കുമ്പോൾ മോണയോട് ചേർന്ന് നമുക്ക് ഇവിടെ ഒരു ബോർഡർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പദാർത്ഥമുണ്ട്. അപ്പൊ മോണയിലെ കുഴികളിൽ പല്ലിനെ ആ ഭാഗത്ത് ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന പദാർത്ഥമുണ്ട്. ആ പദാർത്ഥത്തിന്റെ പേരാണ് സിമന്റം എന്ന് പറയുന്നത്. സിമന്റം. അപ്പോ മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന പദാർത്ഥമാണ് സിമന്റം. അപ്പൊ ഇത്രയുമാണ് ആന്തരികമായിട്ട് നമ്മൾ ഘടന നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന്. ഏറ്റവും പുറമേയുള്ള വെളുത്ത നിറത്തിലുള്ള നിർജീവ കലകൾ കൊണ്ട് നിർമ്മിച്ചിരുന്ന ആവരണമാണ് ഇനാമൽ, മനുഷ്യരിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം. രണ്ടാമത്തെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഭാഗമാണ് ഡെന്റൈൻ. മൂന്നാമത്തെ ഉൾഭാഗത്ത് കാണപ്പെടുന്ന ഒരു അറയാണ് പൾപ്പ് എന്ന് പറയുന്നത്. നാലാമതായിട്ട് പല്ലിനെ മോണകളിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു പദാർത്ഥമാണ് സിമന്റം. ഇതുകൂടാതെ നമ്മൾ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ നമുക്ക് 3 റീജിയൻസ് നമുക്ക് പല്ലിന്റെ ഭാഗത്തായിട്ട് നമുക്ക് അതിനെ 3 ആയിട്ട് തരംതിരിക്കാം. ഈ മോണയ്ക്ക് മുകളിലായിട്ടുള്ള പല്ലിന്റെ ഇത്രയും ഭാഗം നമ്മൾ പറയുന്ന പേരാണ് ദന്തമകുടം എന്ന് പറയും. ദന്തമകുടം അല്ലെങ്കിൽ ക്രൗൺ എന്ന് പറയുന്നത്. ദന്തമകുടം അഥവാ ക്രൗൺ. മോണയ്ക്ക് മുകളിലായി കാണപ്പെടുന്ന പല്ലിന്റെ ഭാഗമാണ് ദന്തമകുടം. ഇനി ഈ മധ്യഭാഗത്തായിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്ന പേരാണ് ദന്തഗളം എന്ന് പറയുന്നത്. ദന്തഗളം അല്ലെങ്കിൽ നെക്ക് എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ഏറ്റവും മുകളിലുള്ള ഭാഗം ക്രൗൺ അല്ലെങ്കിൽ ദന്തമകുടം, മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന ദന്തഗളം അല്ലെങ്കിൽ നെക്ക് എന്ന് പറയുന്നു. ഏറ്റവും താഴെയായിട്ടുള്ള അതായത് മോണയ്ക്കുള്ളിലായിട്ട് കാണപ്പെടുന്ന മോണയ്ക്കുള്ളിലെ കുഴിയിലായിട്ട് കാണപ്പെടുന്ന പല്ലിന്റെ ബാക്കി ഭാഗത്ത് നമ്മൾ പറയുന്ന പേരാണ് ദന്തമൂലം അല്ലെങ്കിൽ റൂട്ട് എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള 3 റീജിയൻസ് ഭാഗ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന പല്ലിന്റെ ഭാഗങ്ങളാണ്. ഒന്ന് ദന്തമകുടം, 2 ദന്തഗളം, മറ്റൊന്ന് ദന്തമൂലം. അപ്പൊ ഇതാണ് ടിപ്പിക്കൽ ആയിട്ടുള്ള നമ്മളൊരു പല്ലിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ.